Morning all. In the last class we were discussing about types of economic systems which were classified into three categories: socialist economy, capitalist economy and mixed economy. We had already discussed about the socialist or planned economy or command economy. Now the second type of economic system is market economy. ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റത്തിലെ രണ്ടാമത്തേതാണ് മാർക്കറ്റ് എക്കണോമി അഥവാ ഫ്രീ മാർക്കറ്റ് എക്കണോമി, അതുമല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ഈ മൂന്ന് പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ആ പേരിൽ ഫ്രീ മാർക്കറ്റ് എന്ന് കണ്ടതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ഫ്രീ എക്കണോമിയാണ്, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാപിറ്റലിസം. നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്ന തിയറി പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, ക്യാപിറ്റലിസത്തിൽ ഫ്രീ എക്കണോമിയാണ്. കാരണം എന്താണ്? ഇവിടെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലേബർ, കൺസംഷൻ ഓഫ് ഗുഡ്സ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഹാൻഡിൽ ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും. അവിടെ ഗവൺമെൻറ്റിൻ്റെ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് മിനിമൽ റോളാണുള്ളത് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫ്രീ എക്കണോമി എന്ന് പറയുന്നത്. സോ ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ മാർക്കറ്റ് ആർ ഡിറ്റർമൈൻഡ് ബൈ the demand and supply forces in accordance with private sector. അപ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റിൻ്റെ വില തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എന്തോരം പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഡിമാൻഡും സപ്ലൈ ഫോഴ്സിനെ അനുസരിച്ചിരിക്കും. അതും ആ വില ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കില്ല, നേരെ മറിച്ച് പ്രൈവറ്റ് സെക്ടർ തന്നെ ആയിരിക്കും. ഹിയർ ദ ഗവൺമെൻറ് ഇസ് ഹാവിങ് എ മിനിമൽ റോൾ. ദെൻ എക്സാമ്പിൾസ്: USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ, UK, ജർമ്മനി, നെതർലാൻഡ്സ്. ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ക്യാപിറ്റലിസ്റ്റ് എക്കണോമി കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. ഹിയർ ദ വെൽത്ത് കണ്ടൻസേഷൻ ഓർ അക്യുമുലേഷൻ ഓഫ് വെൽത്ത് ഓർ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്റ്റ്. ഈ ഒരു എക്കണോമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് പേരുടെ കയ്യിൽ തന്നെ ധനം വീണ്ടും വീണ്ടും കുമിഞ്ഞു കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് വെൽത്തി പേഴ്സൺസ് ബിക്കംസ് മോർ വെൽത്തി. ഓക്കെ, പൈസ ഉള്ളവൻ എന്ത് ചെയ്യുന്നു? അത് വീണ്ടും വീണ്ടും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പൈസ കൊയ്യുന്നു. ആ ഒരു സ്റ്റൈലാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നാൽ റിച്ച് അല്ലാത്തവരോ പുവർ ആയിട്ടുള്ള ആൾക്കാരോ, ദ പുവർ റിമെയിൻസ് പുവർ ഇറ്റ് സെൽഫ്. ബിക്കോസ് പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ പൈസ അല്പം കുറവുള്ളവരെപ്പോഴും ജോലിക്ക് വേണ്ടിയിട്ട് മറ്റവരുടെ കീഴിൽ നിൽക്കുവാണ്. അവർക്ക് ചെറിയൊരു വേതനവേ കിട്ടുന്നുള്ളൂ, അതിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അവർ വീണ്ടും പുവറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്നാൽ പൈസ ഉള്ള ആൾക്കാർ, വെൽത്ത് ഉള്ളവർ വീണ്ടും വീണ്ടും അത് പുതിയ ബിസിനസ്സിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വെൽത്ത് അക്യുമുലേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് പവറും ഒരു സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറാണ്. അധികാരം ഈ പൈസ ഉള്ളവരുടെ കയ്യിൽ കൂടുതലായിരിക്കും. അവർക്കൊരു നല്ല സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും. അതാണ് ലാസ്റ്റ് ലൈനിൽ പറഞ്ഞേക്കുന്നത്: വെൽത്തി ഇൻഡിവിജ്വൽസ് എൻജോയ് ദ മീൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ന്യൂ വെഞ്ചേഴ്സ് ആൻഡ് ജനറേറ്റ് മോർ വെൽത്ത് ഔട്ട് ഓഫ് ഇറ്റ്. ന്യൂ വെഞ്ചേഴ്സ് എന്ന് വെച്ചാൽ പുതിയ സംരംഭം. പൈസയുള്ള ആൾക്കാർ, ധനികരായിട്ടുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു, അതിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കൂടുതൽ വെൽത്ത് അല്ലെങ്കിൽ കൂടുതൽ ധനം വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു അതിൽ നിന്നും. അപ്പം മെയിൻ ഫീച്ചേഴ്സ് ഒന്ന് ഓടിച്ച് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്നു. രണ്ടാമത്തത്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്പനീസ്. ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കണം, എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടാക്കണം, അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്, മുതലാളിമാരാണ്. ദെൻ തേർഡ് വൺ, പ്രൈസസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ആണ് അവിടുത്തെ വില നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ കാണാറില്ലേ, ഒരു പ്രോഡക്റ്റിന്, ഇപ്പോൾ ഇതുമായിട്ടുള്ള എക്സാമ്പിൾ അല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്. ഇപ്പോൾ ഈ ഒരു ഇടയ്ക്ക് ഉള്ളിയുടെയും സബോളയുടെയൊക്കെ വില കൂടി അല്ലേ? അതെന്തുകൊണ്ടാണ് വില കൂടുന്നത്? ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉള്ളി സബോള എന്ന് പറയുന്ന സാധനം നമുക്ക് അവൈലബിലിറ്റി കുറഞ്ഞു, സപ്ലൈ കുറഞ്ഞു. സപ്ലൈ കുറയാൻ നേരത്ത് എന്ത് പറ്റും? ഡിമാൻഡ് കൂടും. സാധനം മാർക്കറ്റിൽ കുറവാണ്, അപ്പോൾ എല്ലാവർക്കും അത് വേണം, ഡിമാൻഡ് കൂടുന്നു. ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൈസ് കൂടും. സോ ഇഫ് സപ്ലൈ ഡിക്രീസസ്, ഡിമാൻഡ് ഇൻക്രീസസ് ആൻഡ് ദ പ്രൈസ് ഓൾസോ ഇൻക്രീസസ്. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും പല
ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലും വില തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡെയിലി യൂസേജ് വെജിറ്റബിളിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ തന്നെ മെയിൻ പ്രോഡക്ട്സിൻ്റെ കേസിലും സംഭവിക്കാം. ദെൻ നെക്സ്റ്റ് ഫീച്ചർ, മിനിമൽ ഇൻ്റർവെൻഷൻ ഓർ ആബ്സെൻസ് ഓഫ് ഇൻ്റർവെൻഷൻ ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ഒരു റോളും ഇല്ലയെന്ന് പറയാം, അല്ലെങ്കിൽ മിനിമം റോളേ ഉള്ളൂ ഈ ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ വർക്കിങ്ങിൽ. ദെൻ ഇറ്റ് എയിംസ് അറ്റ് മാസ് പ്രൊഡക്ഷൻ. ചെറിയ രീതിയിലല്ല, ഒത്തിരി കൂടുതലായിട്ട് മാസ്സായിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഇവർ. കാര്യം ഇവർക്ക് കൂടുതൽ ലാഭം വേണം. ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടായിരിക്കത്തില്ല. എല്ലാ മാർക്കറ്റ്സിലും എല്ലാ സ്ഥലത്തും, ഈവൻ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും ഇവരുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആക്കാൻ ഇവർ ശ്രമിക്കും. കാരണം എങ്ങനെയെങ്കിലും പ്രോഡക്റ്റ് വിറ്റ് ലാഭം കിട്ടണം എന്നൊരു മോട്ടീവാണ് ഉള്ളത്. ആൻഡ് എ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ ഇസ് ഹൈ റേറ്റ് ഓഫ് മാർക്കറ്റ് ഓറിയൻറ്റഡ് ഇന്നൊവേഷൻസ്. ഇവിടുത്തെ പ്രത്യേകത, എപ്പോഴും പുതിയ പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കും. ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും സ്വന്തം പ്രോഡക്റ്റിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഫീച്ചർ ആഡപ്പ് ചെയ്യാൻ ഇവർ ശ്രദ്ധിക്കും. കാര്യം എന്നാൽ മാത്രമേ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം, കൂടുതൽ സെയിൽസ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് എപ്പോഴും പുതിയ മാർക്കറ്റ് ഓറിയൻറ്റഡ് ഇന്നൊവേഷൻസ് ചെയ്യാറുണ്ട്. Now let us see a comparison between planned economy and market economy. ഇപ്പോൾ നമ്മൾ നോക്കിയ രണ്ടെണ്ണം planned economy അല്ലെങ്കിൽ market economy. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. planned economy ആണെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് ആണ്. മാർക്കറ്റ് എക്കണോമിയോ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും നോക്കുന്നത്. അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്. ഇനി പ്ലാൻഡ് എക്കണോമിയിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രോഡക്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൺസംഷൻ ഓഫ് ഗുഡ്സും എല്ലാം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിനനുസരിച്ചായിരിക്കും. അതേസമയം മാർക്കറ്റ് എക്കണോമിയിലോ ഗവൺമെൻറ്റിന് യാതൊരു ഇൻ്റർവെൻഷനും ഇല്ല. അതുകൊണ്ട് തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് കസ്റ്റമേഴ്സിലോട്ട് ഫ്രീ ഫ്ലോ എന്ന രീതിയിലെത്തും. ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ദെൻ തേർഡ് പോയിൻറ്റ്, പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അതേസമയം മാർക്കറ്റ് എക്കണോമിയിലാണെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സിനനുസരിച്ചായിരിക്കും പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത്. ദെൻ കുറച്ച് പേരുടെ കയ്യിൽ മാത്രം വെൽത്ത് അല്ലെങ്കിൽ പവർ അക്യുമുലേറ്റ് ചെയ്യാൻ പ്ലാൻഡ് എക്കണോമിയിൽ സമ്മതിക്കത്തില്ല. ഇറ്റ് ഡസ് നോട്ട് പെർമിറ്റ് അക്യുമുലേഷൻ ഓഫ് വെൽത്ത് അമംഗ് ഇൻഡിവിജ്വൽസ്. അതേസമയം മാർക്കറ്റ് എക്കണോമിയിലോ ധനികരുടെ കയ്യിൽ തന്നെ വീണ്ടും വീണ്ടും ധനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അക്യുമുലേഷൻ ഓഫ് വെൽത്ത് ഓർ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ is a significant aspect of market economy. And the last point is market oriented innovations absent ആണ് planned economyയിൽ. കാര്യം ഗവൺമെൻറ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. കൂടുതൽ ഇന്നോവേഷൻസിനൊന്നും അവർ ട്രൈ ചെയ്യാറില്ല. വേണമെങ്കിൽ പ്രോഡക്റ്റ് പോയാൽ മതി എന്നൊരു രീതിയായിരിക്കും. അതേസമയം മാർക്കറ്റ് എക്കണോമി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ അവർക്ക് സെയിൽസ് ഉണ്ടാക്കണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് എപ്പോഴും പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഇത്രയുമാണ് പ്ലാൻഡ് എക്കണോമിയും മാർക്കറ്റ് എക്കണോമിയും ആയിട്ടുള്ള മേജർ ഡിഫറൻസസ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് എക്കണോമി ഇസ്, തേർഡ് വൺ ഇസ് മാർക്കറ്റ് എക്കണോമി ഓർ മാർക്കറ്റ് എക്കണോമി അല്ല, മിക്സ്ഡ് എക്കണോമി. തേർഡ് വൺ ഇസ് മിക്സ്ഡ് എക്കണോമി. ഇവിടുത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് എ മിക്സ്ഡ്, നമ്മൾ മിക്സ്ഡ് എക്കണോമിക് തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ബോത്ത് സോഷ്യലിസ്റ്റ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. രണ്ടിൻ്റെയും നല്ല സാലിയൻ ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ് മിക്സ്ഡ് എക്കണോമി. സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ here it permits the private participation in the production and distribution of goods and services along with government sector. ഗവൺമെൻറ്റിൻ്റെതായ കുറേ കമ്പനികൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എക്കണോമിക് സിസ്റ്റമാണ് മിക്സഡ് എക്കണോമി. ദെൻ ഇവിടുത്തെ ഓവറോൾ പ്ലാനിങ് അല്ലെങ്കിൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിസൈഡഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ പ്ലാനിങ് കമ്മീഷൻ. പൂർണ്ണമായും എല്ലാം നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നില്ല. പ്രൈവറ്റ് സെക്ടറിന് വർക്ക് ചെയ്യാം. എങ്ങനെ വർക്ക് ചെയ്യാം? ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കൺട്രോളിൽ വർക്ക് ചെയ്യാം. സോ അവിടുത്തെ ഓവറോൾ പ്ലാനിങ്ങും മെയിനായിട്ടുള്ള ഡിസിഷൻസും ഒക്കെ എടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെ പ്ലാനിങ് കമ്മീഷൻ ആയിരിക്കും. അതിനനുസരിച്ച് ആ റൂളിനകത്ത് നിന്ന് അല്ലെങ്കിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രൈവറ്റ് സെക്ടേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റും.
ഏറ്റവും നല്ല എക്സാമ്പിൾ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് മിക്സഡ് എക്കണോമി. ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു അറ്റൈൻ എക്കണോമിക് ഗ്രോത്ത് വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ജസ്റ്റിസ്. എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തികമായ വളർച്ച എല്ലാ ഫീൽഡിലും ഉണ്ടാക്കുക വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ജസ്റ്റിസ്. അതാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്. ഇവിടെ എന്ന് പറയുന്നത് ചില ഏരിയാസിലെ എക്കണോമിക് ആക്ടിവിറ്റി പ്രൈവറ്റ് സെക്ടറിന് നമ്മൾ കൊടുക്കുന്നു, എന്നാൽ വേറെ ചിലത് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നേ ഇല്ല, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ മിലിറ്ററി റിലേറ്റഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ എയർഫോഴ്സ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് സീക്രട്ട് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഡിഫൻസ് ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും. അത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് വെസ്റ്റ് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ അങ്ങനെ നമ്മൾ വെസ്റ്റ് ചെയ്തിട്ടില്ല, അവർക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ വേറെ പല സെക്ടേഴ്സും, പണ്ട് ടെലികോം സെക്ടർ, ആദ്യത്തെ കുറേ നാളുകളിൽ ടെലികോം സെക്ടറും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മാത്രമായിരുന്നു. BSNL മാത്രമാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്രോപ്പറായിട്ടൊരു ടെലികോം സെക്ടർ ഉണ്ടായിരുന്നത്. പിന്നീടാണ് അത് പ്രൈവറ്റ് സെക്ടേഴ്സിലോട്ട് നമ്മൾ മാറ്റി കൊടുത്തത്. അങ്ങനെയാണ് പല പല പുതിയ നെറ്റ്വർക്കുകളും പുതിയ കണക്ഷൻസും ഒക്കെ വന്നത്. ഐഡിയ, ജിയോ, അങ്ങനെ വോഡഫോൺ, ആ രീതിയിൽ പുതിയ കുറേ ടെലികോം സെക്ടേഴ്സിൽ പുതിയ കമ്പനീസ് വന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ചില ഫീൽഡുകൾ ഗവൺമെൻറ് മാത്രം കയ്യിൽ വെക്കും, വേറെ ആർക്കും കൊടുക്കില്ല. അതേസമയം വേറെ ചില ഫീൽഡുകൾ എല്ലാവർക്കും കൊടുക്കും. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്, പ്രൈവറ്റ് സെക്ടേഴ്സിനും വന്ന് ബിസിനസ് തുടങ്ങാം എന്ന രീതിയിൽ കൊടുക്കും. അതേപോലെ തന്നെ വേറെ ചില കേസിൽ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കൂടെ ചേർന്നും ചില കമ്പനികൾ റൺ ചെയ്യാറുണ്ട്. നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്, ഇന്ത്യൻ എക്കണോമിയുടെ എയിം എന്ന് പറയുന്നത് ഇൻഇക്വാലിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് കുറയ്ക്കുക. നമുക്ക് വരുമാനം കിട്ടുന്നതിലും ധനം കിട്ടുന്നതിലും ഒക്കെയുള്ള ഇൻഇക്വാലിറ്റീസ് മാറ്റി ഏകദേശം ഒരു ഇക്വാലിറ്റി കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. Indian economy also gives great importance to social obligations of business activities in the country. അതുപോലെ തന്നെ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ നേരത്തെ ഒരു സോഷ്യൽ ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് ഇന്ത്യൻ എക്കണോമി പറയുന്നത്. മേജർ ഫീച്ചേഴ്സ്, ഒന്നാമത്തത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ബോത്ത് സോഷ്യലിസ്റ്റ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, രണ്ടിൻ്റെയും കൂടെ മിക്സ്ചറാണ്. രണ്ടാമത്തത് ഓണർഷിപ്പിൻ്റെ കേസിൽ പ്രൈവറ്റ് സെക്ടറിനും അതുപോലെ തന്നെ സ്റ്റേറ്റിനും രണ്ടു പേർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, രണ്ടുപേരും കൂടെ ചേർന്നായിരിക്കും പലതും റൺ ചെയ്യുന്നത്. തേർഡ് വൺ, ഹെവി റെസ്പോൺസിബിലിറ്റി ഓൺ പ്രൈവറ്റ് ബിസിനസ് ടു സെർവ് ദി സൊസൈറ്റി. പ്രൈവറ്റ് സെക്ടേഴ്സിന് പ്രോഫിറ്റിന് വേണ്ടി മാത്രം നിൽക്കാൻ പറ്റില്ല, പകരം സൊസൈറ്റിക്ക് വേണ്ടി കൂടെ എന്തെങ്കിലും ചെയ്യണം. CSR എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ചില കേസിൽ നിങ്ങൾ കാണാം, നിങ്ങളുടെ വീടിനടുത്തൊക്കെയുള്ള ബസ് സ്റ്റോപ്പുകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ബസ് സ്റ്റോപ്പിൻ്റെ മേലെ സ്പോൺസേർഡ് ബൈ ദിസ് കമ്പനി എന്നൊക്കെ ചിലപ്പോൾ കാണും. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൻ്റെ വെയിറ്റിംഗ് ഷെഡൊക്കെ പലപ്പോഴും അടുത്തുള്ള മേജർ കമ്പനികളൊക്കെ സ്പോൺസർ ചെയ്യാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കാർക്ക് ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആവും, അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ബസ്സും കാത്ത വെയിലത്ത് നിൽക്കേണ്ട, പകരം വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം, ഇരിക്കാം, ആ ഒരു രീതിയിൽ. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സോഷ്യൽ സർവീസുകൾ പല കമ്പനിയും ചെയ്യും. അതല്ലെങ്കിൽ പുവറായിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതോ, കുറേ കുട്ടികളെ, പാവപ്പെട്ട കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നതോ, അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ഇന്ത്യയുടെ നമ്മുടെ സിസ്റ്റം, എക്കണോമിക് സിസ്റ്റം അങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ദെൻ ടു അറ്റൈൻ എക്കണോമിക് ഗ്രോത്ത് വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ജസ്റ്റിസ്. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക, narrow down the inequalities of income and wealth. ഇൻകം, വെൽത്ത്, ഇൻഇക്വാലിറ്റീസ് ഒക്കെ കുറയ്ക്കുക. ഇത്രയുമാണ് ലക്ഷ്യങ്ങൾ. ഇത് 3 ആയിരുന്നു ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റംസ്. അപ്പോൾ ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റംസും തിയറീസും തമ്മിൽ മാറിപ്പോകരുത്, രണ്ടും ഏതാണ്ട് ഒരേപോലെയാണ്. 4 തിയറീസ് ഉണ്ടായിരുന്നു, പക്ഷേ 3 എക്കണോമിക് സിസ്റ്റമേ ഉള്ളൂ. കമ്മ്യൂണിസം വെച്ചിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം നമുക്കില്ല. Then next topic, business organizations. Business എന്താണ്? Business means an organization that supplies goods and services to people who want them.
ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആവശ്യമുള്ള ആൾക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഓർഗനൈസേഷനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്, അല്ലേ? ഈ ബിസിനസ് പല കാറ്റഗറീസ് കാണും. മെജോറിറ്റി മിക്ക ബിസിനസ്സുകളും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിരിക്കും റൺ ചെയ്യുന്നത്. എന്നാലും ബിസിനസ്സിനെ നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കാം. സോ ലെറ്റ് us ലുക്ക് ഇൻ ടു ദി കാറ്റഗറീസ് ഓഫ് ബിസിനസ്. ഒരു 6 ടൈപ്പ് ഉണ്ട്, 6 കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ബിസിനസ്. Individual business means it is a kind of business which is established and owned by a single person. ഒരു വ്യക്തി ഒറ്റയ്ക്ക് തുടങ്ങി റൺ ചെയ്യുന്ന ബിസിനസ്സിനെയാണ് ഇൻഡിവിജ്വൽ ബിസിനസ് എന്ന് പറയുന്നത്. ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇവിടെ എന്തെങ്കിലും കട ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ എന്ത് ചെയ്താലും ആ ഒരു വ്യക്തി, ആ സ്ഥാപനം തുടങ്ങിയത് ആരാണോ അയാൾക്കായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്തം. He will be liable for all the debts of that business. For example, sole proprietorship. ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള പല ബേക്കറികൾ അല്ലെങ്കിൽ സ്വീറ്റ് ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, ബ്യൂട്ടി പാർലേഴ്സ്, ബുക്ക് സ്റ്റോൾസ്, അങ്ങനത്തെ ചെറിയ ചെറിയ കടകൾ, ഗ്രോസറീസ്, അങ്ങനെയുള്ള ചെറിയ കടകളില്ലേ, ആ കടകളൊക്കെ പീടികകളെന്നൊക്കെ പറയും. അല്ലെങ്കിൽ പീടികയായിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബിൽഡിംഗ് ആയിരിക്കും. ഒരാൾ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് റൺ ചെയ്യുന്ന ബിസിനസ്സാണ് ഇൻഡിവിജ്വൽ ബിസിനസ്. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി ഓർഗനൈസ്ഡ് ബിസിനസ്. ഇവിടെയെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ്. വെറുതെ തോന്നിയ രീതിയിൽ ഒരാൾ ജസ്റ്റ് റൺ ചെയ്യുകയല്ല. മേ ബി ഒരാളായിരിക്കാം, ഒന്നിലധികം ആൾക്കാർ ചേർന്ന് തുടങ്ങിയതായിരിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. ഓർഗനൈസ്ഡ് ബിസിനസ്സിൽ എല്ലാം സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ് ആയിരിക്കും. എല്ലാം എന്ന് പറയുന്നത് അവിടുത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള മെഷീൻ, മെറ്റീരിയൽസ്, മണി, അതൊക്കെ പ്രോപ്പർലി അറേഞ്ച്ഡ് ആയിരിക്കും. എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. ഏത് രീതിയിൽ ബിസിനസ് റൺ ചെയ്യണം, അവിടുത്തെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, ഏറ്റവും മുകളിലുള്ളത് മാനേജറാണോ, മാനേജറിൻ്റെ താഴെ ആരൊക്കെയുണ്ട്, അങ്ങനെ ഒരു നല്ല രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് ഓർഗനൈസ്ഡ് ബിസിനസ്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽസൊക്കെ വേണമെങ്കിൽ അതൊക്കെ കറക്റ്റ് ടൈമിന് അറേഞ്ച് ചെയ്യും. ഇപ്പോൾ നാളെ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനൊരാഴ്ച മുന്നേ അല്ലെങ്കിൽ 2-3 ദിവസം മുന്നേ അതിന് വേണ്ട റോ മെറ്റീരിയൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിനെയാണ് ഓർഗനൈസ്ഡ് ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് കാറ്റഗറി ഈസ് ഫാമിലി ബിസിനസ്. ഒരേ ഫാമിലിയിലെ ഒന്നിലധികം മെമ്പേഴ്സ് ചേർന്ന് റൺ ചെയ്യുന്ന ബിസിനസ്സാണ് ഫാമിലി ബിസിനസ്. ഇവിടെ ഫാമിലിയുടെ തന്നെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും ബിസിനസ് റൺ ചെയ്യുന്നത്. കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എല്ലാം അവർ തന്നെ ഈക്വലായിട്ട് ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ തന്നെ ഷെയർ ചെയ്തെടുക്കും. എക്സാമ്പിൾ റിലയൻസ്, ടാറ്റ, ദെൻ ഫിയറ്റ്, വോൾമാർട്ട്, നൈക്ക്, ഈ കമ്പനീസൊക്കെ ഫാമിലി ബിസിനസ്സിൻ്റെ എക്സാമ്പിളാണ്. ദെൻ നാലാമത്തത് കോർപ്പറേറ്റ് എൻറ്റൈറ്റീസ്. കോർപ്പറേറ്റ് എൻറ്റൈറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ബിസിനസ് ദാറ്റ് ഇസ് ഫോംഡ് വിത്ത് അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ് ടു ആക്ട് ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കോർപ്പറേറ്റ് എൻറ്റൈറ്റീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി തുടങ്ങുന്ന സ്ഥാപനങ്ങൾ. ഇതെന്ന് വെച്ചാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് ഒരു ഇൻഡിവിജ്വലിനെ പോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഒരു ലിമിറ്റഡ് എന്നൊക്കെ കാണത്തില്ലേ, അങ്ങനത്തെ കമ്പനികൾ. The owners of shares in a corporate entity are known as shareholders. ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ പലപ്പോഴും ഷെയർസ് ഇഷ്യൂ ചെയ്യാറുണ്ട്. ആ ഷെയർസ് വാങ്ങുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ അവിടെ കുറേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മൾ എലക്ട് ചെയ്യും ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ നിന്നും. എന്നിട്ട് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ആ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. ഒരുമാതിരിപ്പെട്ട മേജർ ലിമിറ്റഡ് കമ്പനീസൊക്കെ കോർപ്പറേറ്റ് എൻറ്റൈറ്റീസിൽ വരും. അതുപോലെ കുറേ പ്രൈവറ്റ് ബാങ്ക്സൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ അഞ്ചാമത്തെ കാറ്റഗറി ഓഫ് ബിസിനസ് ഫോർ പ്രോഫിറ്റ്. നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സും എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത്? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, ലാഭത്തിന് വേണ്ടി തന്നെയാണ് ബിസിനസ് കൂടുതലും റൺ ചെയ്യുന്നത്, മോണിറ്ററി ഗെയിൻസിന് വേണ്ടിയിട്ട്. എപ്പോഴും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പൈസ കിട്ടിയാൽ മാത്രമേ ഒരു ബിസിനസ് സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ വി ഷുഡ്
ഏൺ മോർ മണി ദാൻ ഇറ്റ് സ്പെൻസ്. അതാണ് ബിസിനസ് ഫോർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു കേസിൽ മിക്കവാറും കിട്ടുന്ന പ്രോഫിറ്റ് ഒന്നെങ്കിൽ ഓണേഴ്സ് അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കും, അതല്ലെങ്കിൽ അതേ ബിസിനസ്സിൻ്റെ തന്നെ കൂടുതൽ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി റീഇൻവെസ്റ്റ് ചെയ്യും. ആകെ ഒരു ഫാക്ടറി മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്, ഒത്തിരി ലാഭം കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പുള്ളിക്ക് കുറച്ചുകൂടെ ഒരു വേറൊരു ലൊക്കാലിറ്റി കണ്ടുപിടിച്ച്, കുറച്ച് ദൂരത്തെ വേറൊരു ലൊക്കാലിറ്റി കണ്ടുപിടിച്ച് അവിടെ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിലോട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്നും പിന്നെയും ലാഭം കിട്ടും. അപ്പോൾ ലാഭം ഇരട്ടിക്കും. ആ രീതിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ തന്നെയുള്ള എംപ്ലോയീസിന് കുറച്ച് പാർട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, ബോണസ് എന്ന രീതിയിലൊക്കെ കൊടുക്കാം. അതല്ല ഷെയർ ഹോൾഡേഴ്സൊക്കെ ഉള്ള ബിസിനസ്സാണ്, കുറച്ച് പേര് ചേർന്ന് നടത്തിയതാണെങ്കിൽ അവർ തമ്മിൽ വീതിച്ചെടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആ പ്രോഫിറ്റ് വെച്ച് ചെയ്യാം. ബിസിനസ് ഫോർ പ്രോഫിറ്റ് മീൻസ് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് തന്നെ റൺ ചെയ്യുന്ന ബിസിനസ്സുകൾ. ദെൻ ലാസ്റ്റ് കാറ്റഗറി ഈസ് ബിസിനസ് നോട്ട് ഫോർ പ്രോഫിറ്റ്. ആ വേർഡിൽ കേൾക്കുന്നത് പോലെ തന്നെ ഇവിടെ ബിസിനസ്സിന് പ്രോഫിറ്റ് വേണ്ട എന്നല്ല അർത്ഥം. ബട്ട് ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദ ബിസിനസ് ഇസ് നോട്ട് ടു ഗെയിൻ പ്രോഫിറ്റ് കിട്ടുക എന്നതല്ല ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പകരം സൊസൈറ്റീനെ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ സർവീസ് ഓറിയൻറ്റഡ് ആയിരിക്കും. എന്നാൽ ലാഭം കിട്ടണം, ലാഭം വേണമല്ലോ, ലാഭം വേണം. പക്ഷെ ലാഭം എന്നും പറഞ്ഞ് മാത്രമായിരിക്കില്ല ബിസിനസ് റൺ ചെയ്യുന്നത്. അതുപോലെ കിട്ടുന്ന ലാഭം അവർ തമ്മിൽ കുറച്ച് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുക്കത്തില്ല. പകരം അവരത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക. It is mainly established to promote sports, arts and games or for social welfare. ഒന്നെങ്കിൽ സ്പോർട്സിന് വേണ്ടി, ആർട്സ്, ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് കൂടുതലും ലാഭത്തിന് വേണ്ടിയിട്ടല്ല. അവർക്ക് ചെറിയ ലാഭം കിട്ടിയാലും അത് എന്ത് ചെയ്യും, അവിടുത്തെ തന്നെ വേറെ ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻസ് അതും പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കില്ല റൺ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്പോർട്സ് ക്ലബ്ബ്, അല്ലെങ്കിൽ മ്യൂസിക് ക്ലബ്ബ്, യുനിസെഫ്, റെഡ് ക്രോസ് എക്സെട്ര. ഇത്രയുമാണ് 6 കാറ്റഗറീസ് ഓഫ് ബിസിനസ്. ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. ഇൻഡിവിജ്വൽ ബിസിനസ്, ഓർഗനൈസ്ഡ് ബിസിനസ്, ഫാമിലി ബിസിനസ്, കോർപ്പറേറ്റ് എൻറ്റൈറ്റീസ്, ബിസിനസ് ഫോർ പ്രോഫിറ്റ് ആൻഡ് ബിസിനസ് നോട്ട് ഫോർ പ്രോഫിറ്റ്. ഓക്കെ, നോട്ട്സ് എഴുതാൻ നേരത്ത് ഒത്തിരി എഴുതണ്ട, ഹെഡിങ്സ് കൊടുക്കുക, അതിൻ്റെ അകത്ത് വരുന്ന കാറ്റഗറീസും ദെൻ ഷോർട്ട് നോട്ട്സ് എന്ന രീതിയിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള 2-3 പോയിൻറ്റുകൾ, പിന്നെ എലോങ് വിത്ത് ദ എക്സാമ്പിൾസ്, ആ രീതിയിൽ നോട്ട് എഴുതുക. നോട്ട് എഴുതിയിട്ട് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ 5 മണിക്കും 6 മണിക്കും ഇടയിലായിട്ട് നോട്ട്സ് കൂടെ സബ്മിറ്റ് ചെയ്തേക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.